സ്വർണത്തിന്റെ വില തുടർച്ചയായി കുതിച്ചുയരുകയാണ്. ഈ സാഹചര്യത്തിൽ ചൈനയിൽ ആദ്യമായി ഒരു സ്വർണ്ണ ATM അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ATM വഴി നിങ്ങൾക്ക് പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ സാധിക്കും. ATM മെഷീനിൽ സ്വർണ്ണാഭരണങ്ങൾ വെക്കുമ്പോൾ അതിന്റെ തൂക്കത്തിനനുസരിച്ചായിരിക്കും പൊതുജനങ്ങൾക്ക് പണം നൽകുക. ചൈനയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങളും നികുതി നടപടികളും കാരണം സ്വർണ്ണവില കുതിച്ചുയരുന്നത് തുടരുന്നു. ദിനംപ്രതി സ്വർണ്ണവില പുതിയ ഉയരങ്ങളിലെത്തുകയാണ്. ഇന്ത്യയിൽ സ്വർണത്തിന്റെ വില ഇതുവരെ ഇല്ലാത്ത വിധം കുത്തനെ ഉയർന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സ്വർണം പവന് 560 രൂപയാണ് വർദ്ധിച്ചത്. 1 ഗ്രാം സ്വർണത്തിന് 70 രൂപയാണ് വർദ്ധിച്ചത്. 915 രൂപയ്ക്കാണ് അവ വിൽക്കുന്നതും. അതനുസരിച്ച് 1 ഗ്രാം സ്വർണത്തിന് 9000 രൂപയ്ക്ക് മുകളിലും ഒരു റേസർ 72,000 രൂപയ്ക്കും മുകളിലുമാണ് വിൽക്കുന്നത്. ഇതിൽ പൊതുജനങ്ങൾ അമ്പരപ്പിലാണ്. അതേസമയം ചൈനയിൽ ഇപ്പോൾ ഒരു സ്വർണ്ണ ATM അവതരിപ്പിച്ചിരിക്കുകയാണ്. സാധാരണയായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മളിൽ പലരും നമ്മുടെ സ്വർണം ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും പണയം വയ്ക്കാറുണ്ട്. ഇതിനായി നമ്മൾ ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും പോയി വളരെ കാലം കാത്തിരിക്കണം. എന്നാൽ ഈ പ്രക്രിയ എളുപ്പമാക്കുന്നതിനായി ചൈനയിൽ ഒരു സ്വർണ്ണ ATM അവതരിച്ചിരിക്കുന്നു. കിങ്ഹുഡ് ഗ്രൂപ്പ് എന്ന ചൈനീസ് കമ്പനിയാണ് ഈ സ്വർണ്ണ ATM അവതരിപ്പിച്ചിരിക്കുന്നത്. ഷാങ്ഹായിലെ ഒരു സ്വകാര്യ മാളിലാണ് ഈ ATM സ്ഥാപിച്ചിട്ടുള്ളത്. ഇതുപയോഗിച്ച് പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ സ്വർണം വിൽക്കാൻ കഴിയും. അതായത് ആളുകൾക്ക് അവരുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കണമെങ്കിൽ ഈ ATM ഉപയോഗിക്കാം. അതനുസരിച്ച് പൊതുജനങ്ങൾ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഈ ATMൽ നിക്ഷേപിക്കണം. പിന്നീട് ATM മെഷീൻ ആഭരണങ്ങൾ വലിച്ചെടുക്കും. തുടർന്ന് ആഭരണങ്ങളുടെ ഭാരം സംബന്ധിച്ച അറിയിപ്പ് ATM മെഷീനിൽ തന്നെ പ്രദർശിപ്പിക്കും. അതിനുശേഷം നമ്മൾ OK ബട്ടൺ അമർത്തുമ്പോൾ സ്വർണ്ണാഭരണങ്ങൾ ഉരുകിപ്പോകും. അടുത്ത 30 മിനിറ്റിനുള്ളിൽ ആവശ്യമായ തുക ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കപ്പെടും. എന്നാൽ ഈ ATMൽ ആഭരണങ്ങൾ വിൽക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. അതായത് നിങ്ങൾ ATMൽ കുറഞ്ഞത് 3 ഗ്രാം സ്വർണ്ണാഭരണങ്ങളെങ്കിലും നിക്ഷേപിക്കണം. കൂടാതെ സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി 50% കുറയാനും പാടില്ല. ഈ സാങ്കേതികവിദ്യ ആളുകളുടെ സമയം ലാഭിപ്പിക്കുന്നു. മാത്രമല്ല പേപ്പർ ഉപയോഗം കുറയുകയും പൊതുജനങ്ങൾക്ക് ഉടനടി പണം സ്വീകരിക്കാൻ കഴിയുകയും ചെയ്യുന്നു. അടുത്തിടെ ഒരാൾ ഈ ATMൽ 40 ഗ്രാം ഭാരമുള്ള ഒരു മാല നിക്ഷേപിച്ച് 1000 രൂപ പിൻവലിച്ചിരുന്നു. ചൈനയിൽ നിലവിൽ നിരവധി ആളുകൾ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ഈ ATM ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ തിരക്ക് കൂടുന്നത്. സ്വർണ്ണ ATM ഉപയോഗിക്കുന്നതിനുള്ള ബുക്കിംഗുകൾ വർദ്ധിച്ചുവെന്നാണ് ഇത് സംബന്ധിച്ച് ChinaTimes.com റിപ്പോർട്ട്. മെയ് മാസത്തേക്കുള്ള ബുക്കിംഗുകൾ പൂർത്തിയായെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു.